ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഐബ്രോ ഫില്ലിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഐബ്രോ നമ്മൾ ബ്രൈഡ്സിനൊക്കെ എങ്ങനെയാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഐബ്രോസിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഐബ്രോ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തതെന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ഹെയർ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഐബ്രോസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, എനിക്കറിയണത് പോലെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും, അതായത് ഇപ്പോൾ നമുക്ക് ഐബ്രോസ് ചെയ്യാനായിട്ട് ഐബ്രോ പൗഡേഴ്സ് യൂസ് ചെയ്യാം, ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പോമേഡുകൾ കിട്ടും, ജെല്ലുകൾ കിട്ടും, അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പോൾ എൻ്റെ ഐബ്രോസ് വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അത്യാവശ്യം ഡാർക്കാണ്, അത്യാവശ്യം ഫിൽഡ് ആണ്. അത്യാവശ്യം എനിക്ക് അങ്ങനെ ഹെയർസൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല ഐബ്രോസ് തന്നെയാണ്. പക്ഷെ എൻ്റെ ഇവിടെ ഒരു മുറിവുണ്ട്. അപ്പോൾ ഇതവിടെ ഒരു പോയിട്ടുണ്ട്. ഞാനിത് ഐബ്രോ ഷെയ്ഡിങ് ചെയ്തതാണ്, ഒരു സിറ്റിങ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഗ്യാപ്പുള്ള, അല്ലെങ്കിൽ പലർക്കും നെറ്റിയിൽ ഇങ്ങനെ എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ട്, ചെറുതിൽ മുറിവ് പറ്റിയിട്ട് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത് പോമേഡ് യൂസ് ചെയ്യുക ആ ഭാഗത്ത്. കാരണം നമ്മൾ പൗഡറോ പെൻസിലോ യൂസ് ചെയ്ത് അത് ലാസ്റ്റ് ചെയ്യില്ല. പോമേഡുകളാണ് കുറച്ചും കൂടി ലാസ്റ്റിങ് തരാം. അതുപോലെ ഒട്ടും ഐബ്രോസ് ഇല്ലാത്തവർക്ക് ഒരു ഷാർപ്പ് ലുക്ക് കൊടുക്കാനാണ് നമ്മൾ പോമേഡുകൾ, ഈ ജെല്ലുകളൊക്കെ യൂസ് ചെയ്യുക. അല്ലാതെ ഇതുപോലുള്ള എൻ്റെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പൗഡേഴ്സോ ഐബ്രോ പെൻസിൽസോ തന്നെ നല്ലതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ എൻ്റെ ഐബ്രോസ് വന്നിട്ട് അത്യാവശ്യം ബ്ലാക്കാണ്. ഇതുമ്പോൾ നമ്മൾ ഒരുപാട് കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരു ഡാർക്ക് ബ്ലാക്ക് അങ്ങനെ പോകും. അപ്പം നമ്മൾ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു ലൈറ്റ് ബ്രൗൺ, ഒരു മീഡിയം ബ്രൗൺ ഒക്കെ ഇട്ടിട്ട്, ലൈറ്റ് ബ്രൗൺ അല്ല മീഡിയം ബ്രൗൺ ഇട്ടിട്ട് സെൻറ്ററിൽ ചെയ്യും. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ ഞാനത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പോമേഡുകളൊക്കെ ഒത്തിരി ഷാർപ്പായിട്ടുള്ളൊരു ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പോമേഡുകൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രോഡക്റ്റും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. ഫസ്റ്റ് നമുക്ക് വന്നിട്ട് ഐബ്രോ പെൻസിൽസ് വരും. നോർമൽ പെൻസിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലാക്മേയുടെ ഉണ്ട്, ഡാസിലിൻ്റെ ഉണ്ട്, ഒത്തിരി ബ്രാൻഡ്സ്. അതെൻ്റെ ഇവിടെ ഇപ്പോൾ കാണാനില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഉള്ള പ്രോഡക്റ്റുകൾ കാണിച്ചു തരാം. പിന്നെ കുറച്ചും കൂടി ഹൈ എൻഡ് വന്നിട്ടാണെങ്കിൽ നമുക്കിത് ബെനഫിറ്റിൻ്റെ ഇതുപോലത്തെ ഇതുകൾ കിട്ടും. ഇതുണ്ട്, ഇതൊക്കെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് കുറച്ചും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഒത്തിരി എനിക്കൊക്കെ ഇതുപോലെ ഐബ്രോസ് ഉള്ളവർക്കൊക്കെ ഇത് കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് ലൈൻ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ സ്പൂലി വരുന്നുണ്ട്. ഇതുകൊണ്ട് നല്ലതുപോലെ ഇതെന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒത്തിരി കൊടുത്തു, നമുക്ക് അതിനെ എപ്പോഴും ഇതുകൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഒരു ഷേപ്പ് ചെയ്തെടുക്കാനും ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. ഇത് സെപ്പറേറ്റും വരുന്നുണ്ട്, ഇതുപോലെ ബാക്കിലും വരാറുണ്ട്. ഇതതുപോലെ തന്നെ എൽഫിൻ്റെ ഒരു പെൻസിലാണ് കേട്ടോ. ഇത് വന്നിട്ട് കുറച്ചും കൂടെ ഒരു തിക്കാണ്. ബെനഫിറ്റിൻ്റെ വന്നിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലും സ്പൂലി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇതും വരുന്നുണ്ട്. പിന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്രഷ്, ഇതുപോലത്തെ ഒരു ആംഗിൾഡ് ബ്രഷാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഐബ്രോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത് ആംഗിൾഡ് ബ്രഷ്. അത്യാവശ്യം നല്ല തിക്കായിരിക്കണം, എന്നാലാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഇത് PSCയുടെ സ്പൂലി തന്നെ വരുന്നതാണ്. അതല്ലാതെ നമുക്ക് PSCയുടെ ഐബ്രോ ഐ ഷാഡോ ഫില്ല് ചെയ്യണ ആംഗിൾഡ് ബ്രഷും, ആംഗിൾ ബ്രഷ് വിത്ത് സ്പൂലി ഇതുപോലും വരുന്നുണ്ട്. ഇത് ബെയിലിയുടെ ആണ് കേട്ടോ, PSCയുടെ അല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്രഷ് വന്നിട്ട്. നമ്മൾ ഇപ്പോൾ നോർമലി ചിലർ കണ്ടിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകളുകൊണ്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതല്ല, ഐബ്രോ ബ്രഷ് വന്നിട്ട് അത്യാവശ്യം നല്ല ആംഗിൾഡ് ആയിരിക്കണം, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെൻസിൽ അങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇതുപോലുള്ള
പൗഡേഴ്സ് വരും. ഇതിപ്പോൾ PSCയുടെ ഒരു പാലറ്റ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു PSCയുടെ ഒരു പാലറ്റ് ഇത് ഒരെണ്ണുള്ളൂ. പിന്നെ വരുന്നതെല്ലാം പോമേഡുകൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. PSCയുടെ ഈ പാലറ്റ് ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി പേർക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് വന്നിട്ട് ഇതിനകത്ത് തന്നെ ബ്രഷ് അവൈലബിൾ ആണ് കേട്ടോ. ഇതാ ഇതുപോലെ ഒരു ബ്രഷ് അവൈലബിൾ ആണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് നമ്മൾ സെൻറ്ററിൽ നമ്മൾ ഈ ഷെയ്ഡ് കൊടുക്കും. ജസ്റ്റ് ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് സെൻറ്ററിൽ ഇത് കൊടുക്കും. പിന്നെ ഇത് തന്നെയാണ് നമ്മൾ എൻഡിലോട്ടും കൊടുക്കുക. നമ്മൾ ഈ ഫസ്റ്റിൽ കൊടുക്കുമ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുമ്പോൾ എപ്പോഴും ഈ 2 ഷെയ്ഡാണ് കേട്ടോ കൊടുക്കാറുള്ളൂ. കാരണം ഇതിലേക്ക് നമ്മൾ ഈ 2 ഷെയ്ഡൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ നമ്മളിങ്ങനെ എഴുതി വെച്ച ഒരു തോന്നും. ഇപ്പോൾ ഒന്നും അങ്ങനത്തെ മേക്കപ്പ് ഇല്ല. എല്ലാം ഒരു നാച്ചുറൽ ഫിനിഷിലെങ്കിൽ നിൽക്കുന്ന മേക്കപ്പാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐബ്രോ പാലറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊക്കെ 500 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇതുപോലെ നമുക്ക് ഒത്തിരി ബ്രാൻഡ്സിൻ്റെ നൈക്കയിലുണ്ട്. അതുപോലെ ഇപ്പോൾ ഒത്തിരി അങ്ങനത്തെ പൗഡർ പാലറ്റുകളും അവൈലബിൾ ആണ്. കുറച്ചും കൂടെ ഹൈ എൻഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡാണ് അനസ്താസിയ വന്നിട്ട്. അനസ്താസിയയുടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ബ്രൗൺ ആണ്. എനിക്ക് കുറച്ചും കൂടെ ഒരു ലൈറ്റ് അല്ല ബ്ലാക്കിലോട്ടൊക്കെ പോണേക്കാളും കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തേക്കുന്നത് ഈ ഒരു ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ. ഇത് എല്ലാവർക്കും പോകുന്നൊരു കളറാണ്. പോമേഡ് വന്നിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഷാർപ്പ് ലുക്ക് തരും. പിന്നെ ഇതുപോലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ ജെല്ലാണ് പോമേഡുകളാണ് കേട്ടോ എപ്പോഴും നല്ലത്. അതുപോലെ ബെനഫിറ്റിൻ്റെ പോമേഡ് അവൈലബിൾ ആണ്. ഇതൊക്കെ ബെനഫിറ്റിൻ്റെ കളർ വന്നിട്ട് മീഡിയം ബ്രൗൺ ആണ്. 3.5 ന്യൂട്രൽ മീഡിയം ബ്രൗൺ ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഞാനെല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് എപ്പോഴും എടുക്കാറുള്ളൂ. പിന്നെ പീസിൻ്റെ ഉണ്ട്. പീസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. അതിൻ്റെയും ഈ പറഞ്ഞ പോലെ വന്നിട്ട് 04 അതാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 04. ഇതും വന്നിട്ടൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇതും വന്നിട്ട്. ബ്രൗൺ അല്ല ഒരു ഗ്രേ പോലൊക്കെ തന്നെ, പക്ഷെ എഴുതുമ്പോൾ അതൊരു ബ്രൗൺ ആയിരിക്കും അങ്ങനെ. പിന്നെ നമുക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു ബഡ്ഡിങ് മേക്കപ്പ് ഇപ്പോൾ മേക്കപ്പ് ഫീൽഡിലോട്ട് വന്ന് നമുക്ക് കുറേ പേര് ചോദിക്കാറുണ്ട്. സ്റ്റാർട്ടിങ് മേക്കപ്പ് ചെയ്തു തുടങ്ങിയ കുട്ടികൾക്കൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് നല്ല റിസൾട്ട് തോന്നിയൊരു ഇതാണ് കേട്ടോ. ജെല്ലാണ് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ഫില്ലറും ജെൽ ഐലൈനറും കൂടെ 2 in 1 ആണ്. ഇതുപോലെ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇത് ഐബ്രോ ഫില്ലറാണ്. നല്ല ഇത് അത്യാവശ്യം ബ്ലാക്ക് ആണ്. പക്ഷെ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല രീതിക്ക് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക, എഴുതി കൊടുക്കുക, സ്പൂല് വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യുക, ഇത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ജെൽ ഐലൈനറാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല അടിപൊളി റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഇല്ലാത്തവർ മേടിച്ചോളൂ, നൈക്കയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ നോർമൽ മേക്കപ്പ് ഒക്കെ വരുമ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്മോക്കി ഐസ് ഞാൻ ചെയ്യാനായിട്ട് ഈ ജെൽ ഐലൈനർ കൊണ്ട് തന്നെ എഴുതിയിട്ട് സ്മോക്കി ചെയ്യാറുണ്ട്. ഐബ്രോ ഫില്ലിങ്ങിനും ഇത് എടുക്കാറുണ്ട്. നല്ല അടിപൊളി ബ്രാൻഡ് തന്നെയാണ് കേട്ടോ സ്വിസ് ബ്യൂട്ടിയുടെ തോന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഐബ്രോ ഫില്ല് ചെയ്യണേന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ പോമേഡ് വെച്ചിട്ടും ഒരു സൈഡ് ഞാൻ ഇത് വെച്ചിട്ടും ഐബ്രോ പൗഡർ വെച്ചിട്ടും ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ തന്നെ എന്നിട്ട് പറഞ്ഞോളൂ ഏതാണ് ഭംഗിയെന്ന് കമൻറ്റ് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ സ്കിന്ന് വന്നിട്ട് അത്യാവശ്യം സെൻസിറ്റീവ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് ചൊറിഞ്ഞതിൻ്റെയാണ് ഇവിടെ റെഡിഷ് ആയിട്ടിരിക്കുന്നത്. എൻ്റെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആണ്, ഡ്രൈ സ്കിന്നാണ് കേട്ടോ. വേറെ കളറ് കാര്യങ്ങളൊന്നും അയക്കണതല്ല. അപ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ BSCയുടെ ഈ പാലറ്റ് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ സെയിം ബ്രഷ് തന്നെ വെച്ചിട്ട് ഫസ്റ്റ് ഈ 2 ഷെയ്ഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. ദെൻ ഫസ്റ്റിൽ തന്നെ കൊണ്ടുപോയി ആരും ഇവിടെ നിന്ന് എഴുതി കൊടുക്കരുത്. നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണുന്നുണ്ട്, പക്ഷെ പറയുന്നതാണ് ഇവിടെ കൊണ്ടുവന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ പോലെയൊക്കെയായിപ്പോൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാം. ഞാൻ മിറർ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ക്യാമറയിലേക്ക്. എനിക്കത് അത്ര അങ്ങോട്ട് നോക്കി ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചൊരു ലുക്ക് കിട്ടില്ല. ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാൻ പറ്റും, ക്ലിയർ ആയിരിക്കും. ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ അവസാനിപ്പിക്കും.
ലിപ്സ്റ്റിക്ക് പുറത്ത് പോയിട്ടുണ്ടോ? പിന്നെ ഫസ്റ്റിൽ നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് നമ്മളെപ്പോഴും ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആംഗിളിൻ്റെ ബ്രഷ് എങ്ങനെ പിടിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ തന്നെ പിടിച്ച് എഴുതാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തു. രണ്ടിലും ഡിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ എൻഡിലേക്ക് വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ആ ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. കാരണം എൻ്റെ എല്ലാവരുടെയും ഒരു ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ആ സെയിം ഷെയ്ഡുകൾ തന്നെ രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി താഴെയാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. ഉള്ളിലും എഴുതി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളിങ്ങനെ നല്ലതുപോലെ സ്പൂലി വെച്ച് സ്പൂലിയുടെ പരിപാടി. എനിക്കത് അതിലേക്ക് അത്ര കറക്റ്റ് ആവുന്നില്ല. കണ്ട എങ്ങനെയുണ്ട്? ഇപ്പം എൻ്റെ ഇവിടെ ഒരു ഷെയ്ഡ് വ്യത്യാസമുള്ളത് മൈക്രോ ഷെയ്ഡിങ് ചെയ്തത് കൊണ്ട് അവിടെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൂടെ നമുക്ക് നമ്മുടെ പോമേഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഇതിനകത്ത് ഡാർക്ക് ഷെയ്ഡ് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പുറത്തെ ഫില്ല് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഇത് ഫില്ല് ചെയ്യുന്നത്. ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് വിടുന്നുണ്ട്. ഇച്ചിരി ബ്ലാക്ക് ആയിരുന്നാലും കുഴപ്പമില്ല. മേക്കപ്പ് എല്ലാം കഴിയുമ്പോൾ ഇതായിരിക്കും സ്യൂട്ടായിട്ട് വരാം. ബ്രഷിലൊന്നുമില്ല. അപ്പം ഞാൻ ലൈറ്റ് ബ്രൗണും സെക്കൻഡ് ബ്രൗണും കൂടെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതാ ഫസ്റ്റിൽ തന്നെ ഒന്ന് എഴുതി കൊടുത്തു. താഴെയും ഒന്ന് ഫില്ല് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഗ്യാപ്പ്. ഇവിടെ നമ്മളൊരു സ്ട്രോക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നാച്ചുറൽ ആയിരിക്കും. കണ്ടോ? ഇപ്പം എങ്ങനെയുണ്ട് നോക്കി. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എൻ്റെ ഹെയർ. അതാണ് കേട്ടോ ഇത് എടുത്തേക്കുന്ന ഐബ്രോസിൻ്റെ ഷേപ്പാണ് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം. അപ്പോൾ അതൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് കഴിഞ്ഞു. പക്ഷെ എനിക്കിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഷെയ്ഡ് വ്യത്യാസം വന്നതുകൊണ്ട് നമ്മളൊരു അനസ്താസിയയുടെ ഇതെടുത്തിട്ട് ബ്രഷ് ഞാൻ മാറ്റി, അല്ലെങ്കിൽ ഇത് ഡാർക്ക് ഷെയ്ഡ് വരും. അതുകൊണ്ട് ബ്രഷ് മാറ്റിയിട്ട് ബെയ്ലിയുടെ ബ്രഷ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ആ പുരികം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൗഡർ വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്തെങ്കിൽ നമ്മൾ ഇത് പോമേഡും ഐബ്രോ പെൻസിലും വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. ബെനഫിറ്റിൻ്റെ പോമേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടി നോക്കാം. പോമേഡൊക്കെ എടുക്കുമ്പോൾ വളരെ മിനിമലായിട്ട് എടുക്കുക. ഭയങ്കരമായിട്ട് ഡാർക്കനായിരിക്കും എപ്പോഴും. ഡാർക്ക് ബ്രൗൺ ആണെങ്കിലും കൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അതിനകത്ത്. അപ്പം ഞാനന്നൊരു കാര്യം ചെയ്യാം, താഴെ ഇത് വെച്ച് ചെയ്തിട്ട് മുകളിൽ നമുക്ക് പെൻസിൽ വെച്ച് ചെയ്യാം. 2 പുരികല്ലേ ഉള്ളൂ, അതിനകത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഈ സ്പൂല് വെച്ചിട്ട് നമ്മൾ മുകളിലോട്ട് ഒന്ന് ഇതാ ഇങ്ങനെ ആ നമ്മൾ ചെയ്ത സ്ട്രോക്സ് ഒന്ന് ഇങ്ങനെ ഇതാ ഇങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ ദാ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ മുകളിലോട്ടാക്കിയിട്ട് അപ്പം തന്നെ ക്ലോസ് ചെയ്ത് വെക്കരുത്, ചീത്തയാവും. നമ്മൾ തിരിച്ചതിൻ്റെ റിവേഴ്സ് ആക്കിയതിന് ശേഷം വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പം 2 പുരികം ഞാൻ എഴുതി. പക്ഷെ ഞാൻ പുരികം അങ്ങനെ ഫില്ല് ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്കിത് ഇച്ചിരി ഒരു ഓവർ ഫീലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ 2 ഐബ്രോസും വന്നിട്ട് 2 ഷേപ്പാണ് കേട്ടോ. ചെറിയ ഐബ്രോസ് ഒന്നും അല്ല, അത്യാവശ്യം തിക്ക് ഐബ്രോസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഓൾ ഓവർ മേക്കപ്പ് വരുമ്പോൾ ബ്രൈഡിന് ഇത് ഓക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഒന്നും മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഈ ഒരു ഫേസിനകത്ത് ഇത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇങ്ങനെ ഒരു ഡാർക്ക് ഐബ്രോസൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്കിങ്ങനത്തെ ഒത്തിരി ഡാർക്ക് ഐബ്രോസ് ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഐബ്രോ ഡിഫൈനിങ് ആണ്. ഐബ്രോ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടാർട്ടിൻ്റെ കൺസീലറാണ്. ഒരു കൺസീലിംഗ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒരു ആംഗിൾഡ് കൺസീലർ ബ്രഷിൽ നമ്മൾ ടാർട്ടിൻ്റെ കൺസീലർ എടുത്തു. നമ്മൾ ഐബ്രോ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതും ഞാനിങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ആംഗിൾഡ് ബ്രഷാണ് കേട്ടോ. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണോണ്ടാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ? പതുക്കെ ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് കറക്റ്റ് ഷേപ്പിന് ചെയ്തെടുക്കാം. നമ്മുടെ ഐബ്രോസ് ഇതുപോലെ ഡിഫൈനിങ് ചെയ്തെടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഹൈലൈറ്റിങ് ആയില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഐബ്രോസ് നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഐബ്രോ ശരിയായ രീതിയിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒത്തിരി ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൗഡർ ബ്രഷ് വെച്ചിട്ടതാ ഇതുപോലൊരു പൗഡർ ബ്രഷ്, ഇതിപ്പോൾ മാസിൻ്റെ പൗഡർ ബ്രഷാണ്. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇതിനെ ടച്ച് ചെയ്ത് വിട്ടോളൂ കേട്ടോ, അടിയിലും മുകളിലും. അപ്പോൾ ദാ 2 ഐബ്രോസും കണ്ടോ, നമ്മൾ ഒത്തിരി അങ്ങനെ എഴുതി വെച്ചൊന്നും ഫീൽ ചെയ്യൂല, എന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ബ്രൈഡ്സിന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഐബ്രോസ് വന്നിട്ട് നല്ല രീതിയിൽ ഉണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പ്, അതുപോലെ ഇവിടെ ഒരു മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഐബ്രോ നല്ല ഡിഫൈനിങ് ആയിരിക്കും. നമ്മൾ ഒരു ഫോട്ടോയിൽ എപ്പോഴും നമ്മുടെ ഫേസിൽ എപ്പോഴും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന 3 പാർട്സ് ഐബ്രോ, ഐ, ലിപ്പാണ്. അതാണ് നമ്മുടെ ഫീച്ചേഴ്സിൽ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്, എനിക്കറിയുന്നതാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന് അറിയാം, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അതുപോലെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഐ ഷാഡോ മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഒരു സ്മോക്കി ഐസും ചെയ്യുന്നുണ്ട്. ഫില്ലിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ബെനഫിറ്റിൻ്റെ ഐ പെൻസിലും PSCയുടെ പൗഡറും അനസ്താസിയും യൂസ് ചെയ്തായിരുന്നു. അതുപോലെ ബെനഫിറ്റിൻ്റെ ഇതും യൂസ് ചെയ്തായിരുന്നു. ഈ ഗ്യാപ്പ് ഉള്ളതിൽ ഞാൻ മൈക്രോ ഷെയ്ഡിങ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഒരു വേറെ ഷെയ്ഡ് മൈക്രോ ഷെയ്ഡിങ് ചെയ്ത് ഓൾറെഡി അവിടെ ഒരു ലൈറ്റ് ബ്ലാക്ക് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പോമേഡ് അതിലേക്ക് പിടിക്കാത്തത്. അപ്പോൾ നല്ല ഗ്യാപ്പായിട്ടുള്ള ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പോമേഡ് പിടിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഓൾറെഡി അവിടെ ഷെയ്ഡിങ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ആണ്. പെട്ടെന്ന് അത് എടുത്ത് ചിലപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.